നമസ്കാരം, എല്ലാവർക്കും ഗാബിസ്വയിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ചേർത്ത് ചെടികൾ നടുമ്പോൾ ചകിരിച്ചോല ഉപ്പിൻ്റെ അംശം പൂർണ്ണമായിട്ട് പോയിട്ടില്ലെങ്കിൽ ചെടികളുടെ വേര് ക്രമേണ നശിച്ചു പോവുകയും ചെടിയും അതോടുകൂടി പാഴായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചകിരിച്ചോറ് ട്രീറ്റഡ് ആണെങ്കിലും കുറച്ചൊക്കെ ഉപ്പിൻ്റെ അംശം അതിൽ ഉണ്ടാവും. പൂർണ്ണമായിട്ട് ഉപ്പ് പോയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കിട്ടുന്ന ചകിരിച്ചോറൊക്കെ ആണെങ്കിൽ അതിൽ ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. അത് ട്രീറ്റ് ചെയ്താലും കുറച്ചൊക്കെ അതിൽ ഉപ്പിൻ്റെ അംശം അവശേഷിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചകിരിച്ചോറ് ഒന്നുകൂടി ട്രീറ്റ് ചെയ്ത് ലളിതമായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഉപ്പിൻ്റെ അംശം പൂർണ്ണമായിട്ട് കളയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് 1 കിലോ ചകിരിച്ചോറാണ്. ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് 1 കിലോത്തിൻ്റെ. ഇതെങ്ങനെ ഇതിലെ ഉപ്പിൻ്റെ അംശം കുറച്ച് അവശേഷിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് കളയാം എന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ വാട്ടർ വാഷിംഗ് വഴിയാണ് നമ്മൾ ഇതിലെ ഉപ്പിൻ്റെ അംശം കളയുന്നത്. ഉപ്പിൻ്റെ അംശം എന്ന് പറയും, പിന്നെ കട്ട്, അസിഡിറ്റി എന്നൊക്കെ പല രീതിയിൽ പറയും. ശരിക്കുള്ളത് ഉപ്പിൻ്റെ അംശമാണ് ഇതിനെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് അല്ല, കോട്ടൺ സഞ്ചി എടുക്കുക. അതിലേക്ക് ഈ പറഞ്ഞ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്, വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട ചകിരിച്ചോറ് കുടഞ്ഞിടുക. ഈ ഒരു കോട്ടൺ സഞ്ചിയിലേക്ക് ഇത് ഇടുകയാണ്. ഇത് തമ്മിൽ ഇത്ര ലൂസ് ചെയ്ത് കെട്ടി വെക്കണം, കാരണം നമുക്കിതിൽ വെള്ളം ഒഴിക്കാനുള്ളതാണ്. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഈ ബക്കറ്റിലാക്കിയിട്ട് ഇത് വെള്ളം നിറക്കുക. ഇത് കംപ്ലീറ്റ് മുങ്ങുന്ന രീതിയിൽ വെള്ളം നിറക്കണം. സാധാരണ ചകിരിച്ചോറ് പാക്കിംഗ് യൂണിറ്റിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ 4-5 പ്രാവശ്യം വാട്ടർ വാഷിംഗ് ചെയ്ത് ഓരോ പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി ആണ് ട്രീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് കാൽസ്യം നൈട്രേറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഉപ്പിൻ്റെ അംശമൊക്കെ പൂർണ്ണമായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാൽസ്യം നൈട്രേറ്റൊക്കെ കുറച്ച് വില കൂടിയ കെമിക്കലാണ്. അതുകൊണ്ട് എപ്പോഴും ശരിയായ അളവിൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഉപ്പിൻ്റെ അംശം കുറച്ചൊക്കെ അവശേഷിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ചകിരിച്ചോറ് നല്ല രീതിയിൽ ഒന്നുകൂടി 2 പ്രാവശ്യം ഇതുവരെ വാഷ് ചെയ്ത് അതിൽ സാൾട്ടിൻ്റെ അംശം കളയുന്നതാണ് ഇപ്പോൾ കാണിക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റിനൊക്കെയാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് അഗ്ലോണിമ കലാത്തിയ, അതുപോലെ ഫിലോഡെൻഡ്രോൺ, പെറ്റൂണിയ ഇൻഡോർ അല്ല എങ്കിലും അതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സാൾട്ടിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആ ചെടിയൊക്കെ പിന്നീട് നശിച്ചു പോകും. ഇതിപ്പോൾ വെള്ളം മുങ്ങിയ രീതിയിൽ ആയിട്ടുണ്ട്. ഇനിയൊരു 3 മണിക്കൂർ ഈ രീതിയിൽ ഇതിൽ മുക്കിയിടുക. ഈ രീതിയിൽ മുക്കിയിടുമ്പോഴാണ് അതിൽ നല്ല ഉപ്പിൻ്റെ അംശം പുറത്തേക്ക് പോകുന്നത്. 3 മണിക്കൂർ ചെയ്യുമ്പോൾ ആദ്യം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ തുണിസഞ്ചി. അപ്പോൾ ഉപ്പിൻ്റെ അംശം കംപ്ലീറ്റ് ഈ വെള്ളത്തിലേക്ക് മാറും. ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് ഇതേമാതിരി പ്രസ് ചെയ്യണം. നമ്മളിങ്ങനെ മുകളിൽ കെട്ടിയാക്കുന്നതുകൊണ്ട് ഈ ചകിരിച്ചോറൊന്നും ഒട്ടും നഷ്ടമാവുകയും ചെയ്യില്ല. എന്നാൽ ഉപ്പിൻ്റെ അംശം അതിലെ കട്ട് ഇതെല്ലാം വെള്ളത്തിലേക്ക് അലിഞ്ഞു പോവുകയും ചെയ്യും.
അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇതെടുത്തതിന് ശേഷം ആ വെള്ളം നമ്മൾ പുറത്തേക്ക് ഒഴിച്ച് കളയാം. അപ്പോൾ പുറത്തേക്ക് ഒഴിക്കുമ്പോൾ വേറെ ചെടിക്കൊന്നും, ചെറിയ ചെടികൾക്കൊന്ന് ഒഴിക്കുകയാണെങ്കിൽ ആ ചെടിയൊക്കെ ചിലപ്പോൾ അതോടി പോകാം. അപ്പം വലിയ തെങ്ങിൻ്റെ കടയിൽ മാവിൻ്റെ ഒക്കെ വലിയ മാവൊക്കെ ആണെങ്കിൽ എൻ്റെ കടയിലൊക്കെ വീണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ അതൊന്നുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിച്ച് കളയാം. അതിന് ശേഷം ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി വാഷ് ചെയ്യുക, പുതിയ വെള്ളം നിറക്കുക. അപ്പോൾ ഈ പുതിയ വെള്ളം നിറച്ചതിന് ശേഷം എന്ത് ചെയ്യണം? വീണ്ടും 3 മണിക്കൂർ ആ രീതിയിൽ വെക്കുക. ഒന്നുകൂടി ഇടയ്ക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ വാഷിങ്ങിൽ ഇതിൽ അവശേഷിക്കുന്ന എല്ലാ ഉപ്പിൻ്റെ അംശവും പുറത്തോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ മൊത്തം 6 മണിക്കൂർ, 2 വാഷിങ്ങിൽ ആയിട്ട് നമുക്ക് 6 മണിക്കൂർ എടുക്കുന്നു. ഇനി അതല്ല, അതിൽ കൂടുതൽ സമയം എടുത്തെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, അതിൽ കുറയരുത്. അത്രയും നേരം മുങ്ങിക്കിടക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഉപ്പെല്ലാം പുറത്തേക്ക് അലിഞ്ഞു പോകുന്നത്. വെള്ളം എപ്പോഴും മുങ്ങിക്കിടക്കണം. ഇനി ആ വെള്ളം, ഇപ്പം ഈ രണ്ടാമത് വാഷ് ചെയ്ത വെള്ളം പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ഈ ബക്കറ്റ് കംപ്ലീറ്റ് കാലിയാക്കുക. ഇപ്പോൾ രണ്ടാമത് വാഷ് ചെയ്ത വെള്ളം നമ്മൾ ബക്കറ്റിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു അരിപ്പ പോലത്തുള്ള ഇത്, അല്ലെങ്കിൽ എന്തെങ്കിലും മതി. ഇതിലായിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് ട്രെയിൻ ചെയ്ത് പോകണം. ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ വാഷിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഇതിങ്ങനെ കംപ്ലീറ്റ് വെള്ളം പോകുന്ന രീതിയിൽ വെക്കുക. വെള്ളം പോവുകയും ചെയ്യണം, ഇത് കുറച്ച് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യണം കേട്ടോ. വെയിലത്ത് വെക്കരുത്, കാരണം ഈ വെള്ളം ഇതിലോട്ട് വലിയരുത്, ലാസ്റ്റ് ഡ്രോപ്പ് വരെ പുറത്തേക്ക് പോകണം. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് അഴിച്ച് ഇതിൽ നിന്നും ചകിരിച്ചോറ് നമുക്ക് നേരെ പോട്ടി മിക്സിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. വേണ്ട, ചകിരിച്ചോറ് ഒട്ടും പോലും നഷ്ടപ്പെടാതെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം എന്നുള്ളത് 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയും ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇത് ആൻറ്റി ഫംഗലാണ്, ഫംഗസ് ഒന്നും പിടിക്കില്ല, ഫംഗസ് ബാധയൊന്നും ചകിരിച്ചോറിന് പിടിക്കില്ല. എത്ര ദിവസം ഇങ്ങനെ നനഞ്ഞിരുന്നാലും ഫംഗസ് ബാധയൊന്നും ഇല്ല. ആൻറ്റി ഫംഗൽ ക്വാളിറ്റി ഉള്ളതാണ് ചകിരിച്ചോറ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ചകിരിച്ചോറ് ഇതിപ്പോൾ ഇതുണ്ട്. ഇനിയിപ്പോൾ ഡ്രൈ ആകാൻ കുറച്ച് ഇപ്പം തന്നെ വേണ്ട, ഇപ്പം തന്നെ ഈ പരുവത്തിൽ ആയിട്ടുണ്ട്. ഒരു ദിവസം നിൽക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആവും. അത് 2 ദിവസമാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എപ്പോൾ എടുത്തതിന് ശേഷം അത് അപ്പോൾ ട്രീറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുമിച്ച് ട്രീറ്റ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഡ്രൈ കിടക്കുകയും ചെയ്യും. അത് അപ്പോൾ അതനുസരിച്ചുള്ള ബക്കറ്റും ഈ തുണിസഞ്ചി ഒക്കെ വേണ്ടി വരും എന്ന് മാത്രം. ഇതുപോലത്തെ കംപ്രസ്ഡ് ബ്ലോക്കാണ് വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആദ്യം വെള്ളമൊഴിച്ച് പുതുത്തി പൊടിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ 2 പ്രാവശ്യം വാട്ടർ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ചകിരിച്ചോറ് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ അതിൽ വെള്ളം കുറച്ച് ഈർപ്പത്തിൻ്റെ അംശം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. വേരുകൾക്ക് എപ്പോഴും ചെറിയ രീതിയിൽ ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ വെള്ളം ഒഴിക്കുന്ന വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഡ്രെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. ഫംഗസ് ബാധയൊന്നും ഉണ്ടാവില്ല. ഈ രീതിയിലാണ് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.